അസുര തേജ. രചന ആലിയ സുൽത്താന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് വിമലും തേജും മാധുരിയെയും നിത്യയും നല്ലപോലെ പരിചയപ്പെട്ടത്. ജോയലും കാർത്തിയുമായി അവർ വന്നപ്പോഴേ കൂട്ടായി. ഹായ്, ഞാൻ വിമൽ. വിമൽ ചിരിയോടെ മാധുരിക്ക് നേരെ കൈ നീട്ടി. ഞാൻ മാധുരി, ഇത് നിത്യ. മാധുരി പറഞ്ഞു. വിമൽ നിത്യക്ക് നേരെയും കൈ കൊടുത്തു. പറഞ്ഞു കാണില്ല അല്ലേ എന്നെ കുറിച്ച്? വിമൽ ചിരിയോടെ ചോദിച്ചു. രണ്ടുപേരും അതേ എന്നുള്ള രീതിയിൽ തലയാട്ടി. പിന്നെ തേജ്, ഈ കുഞ്ഞിയുടെ ബ്രദറാ. ഇടയിൽ കയറി തേജു പറഞ്ഞതും നിത്യയും മാധുരിയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ആ തേജ് എല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടേട്ടാ. നിത്യ മറുപടി കൊടുത്തു. തേജ് അവന്റെ കുഞ്ഞിയുടെ തോളിൽ കൈയിട്ട് അവൾ ഇറുക്കി. എന്നാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു ഫോട്ടോ വരൂ. തേജ് അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ബാക്കിയുള്ളവർ അവന് പുറകെ ചെന്നു. പൂമുഖത്തെ സ്റ്റെപ്പ് ഇറങ്ങാൻ മാധുരി വീഴാൻ പോയതും വിമൽ ഒരു കൈ കൊണ്ട് അവളെ താങ്ങി പിടിച്ചു. നൈസ് ടു മീറ്റ് യു. മാധുരി ഒരു പിടച്ചിലോടെ മാറിയെന്നും കണ്ണടിച്ചുകൊണ്ട് ചിരിയോടെ വിമൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. മാധുരി അന്തം വിട്ട കുന്തം പോലെ വായും പൊളിച്ച് നിന്നുപോയി. വൈകിട്ട് തറവാടിലേക്ക് തേജിന്റെ കൂടെയാണ് തേജ പോയത്. ഒരുപാട് ദിവസം കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. ആൽഫി പറഞ്ഞേൽപ്പിച്ച പ്രകാരം പ്രവീൺ മുത്തശ്ശിനെയും കൊണ്ട് പുറത്തു പോയിട്ടുണ്ട്. ഓളെ തേജയെ കണ്ടപാടെ ലക്ഷ്മി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എത്ര ദിവസമായി പെണ്ണെ ഒന്ന് വന്നിട്ട്. ലക്ഷ്മി പരിഭവം പറഞ്ഞുകൊണ്ട് കണ്ണു നിറച്ചു. സെന്റി അടിക്കല്ലേ അമ്മേ. ഓഹോ, ഞാനിപ്പോ അധിക പറ്റായല്ലേ. ഈ അമ്മ ഇവിടെ വന്നേ എന്റെ ചെല്ലോ. ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ കുഞ്ഞൊരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞതും ലക്ഷ്മി ചിരിച്ചു. മുത്തശ്ശിയും ബാക്കിയുള്ളവരെത്തിയതും കോളം പൂർത്തിയായി. കുട്ടാപ്പി ഓടി വന്ന് ദേഹത്തെ കയറി ഇരിപ്പുണ്ട്. ചെക്കനല്ലേലും ആന്റിയോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഉണ്ടാക്കി വെച്ച പലഹാരങ്ങളെല്ലാം കഴിച്ച് എല്ലാവരും പൂമുഖത്തിരിക്കുമ്പോൾ തേജമെല്ലാം അകത്ത് കിടന്നു. മുത്തശ്ശിന്റെ മുറിയുടെ അടുത്തെത്തിയപ്പോൾ ദേ മുത്തശ്ശി മുന്നിൽ വന്ന് ചാടുന്നു. എന്താ തേജമോളെ? അതൊന്നുമില്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിനെ കാണാണ്ടായപ്പോ വന്നാ നീ ഇങ്ങോട്ട് വന്നേ കുട്ടിയെ. മുത്തശ്ശി വിളിച്ചും വേറെ വഴിയില്ലാത്തോണ്ട് തേജ അങ്ങോട്ടേക്ക് ചെന്നു. എന്റെ കുഞ്ഞിനെ അവിടെ സുഖല്ലയോ? അവളുടെ തലയിലൊക്കെ തലോടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു. ആ സുഖാ നീ. ആൽഫി കുഞ്ഞ് നന്നായി നോക്കണില്ല എന്റെ കുട്ടീനെ? അതൊക്കെ ഉണ്ടെന്നേ മുത്തശ്ശി. അത് മതി കുഞ്ഞെ. അത് പറഞ്ഞു തേജ വേണം വേണ്ടെന്ന രീതിയിൽ ചിരിച്ചു നിന്നു. അപ്പോഴേക്കും തേജ് അവിടുന്ന് എന്തായെന്ന് ചോദിച്ചപ്പോൾ അവൾ കണ്ണുകൊണ്ട് മുത്തശ്ശിയിൽക്കുന്ന കാണിച്ചു കൊടുത്തു. തേജ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി, അവിടെ അച്ഛൻ തിരക്കുന്നുണ്ട്. ദേവനോ? ഇനി അവനിത് എന്താണാവോ? മുത്തശ്ശി തിടുക്കത്തിൽ നേരിട്ട് അങ്ങോട്ടേക്ക് നടന്നു. ഈ തക്കത്തിൽ തേജ വേഗം മുറിയിലേക്ക് കയറി. ഷെൽഫിലെല്ലാം പരതി നോക്കിയെങ്കിലും പറഞ്ഞ സാധനം കിട്ടിയില്ല. മുറി മൊത്തം തിരയാൻ നിന്നാൽ ആരെങ്കിലും വരുമോ എന്ന് അവൾ ചിന്തിച്ചു. പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്ന തരത്തിൽ എല്ലായിടവും ഒന്ന് പരതി. ബെഡിന് ചോട്ടിലും പഴയ ചില്ലലമാരയിലും മുത്തശ്ശിയുടെ പെട്ടിയിലുമെല്ലാം. അവസാനം ക്ഷീണിച്ചു ബെഡിലേക്ക് ഇരുന്നു പോയി. ഒരു 15 മിനിറ്റ് കിടന്ന് വീർത്തതല്ലാതെ ഒന്നും കിട്ടിയില്ല. ഫോണിലേക്ക് ആൽഫി അടിച്ചും അവളത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. എന്തായി, കിട്ടിയോ തേജ? ഇല്ലാന്നേ, ഞാനിവിടെ അരിച്ചു പെറുക്കി. ആരെങ്കിലും വരും, നീ വേഗം ഇറങ്ങാൻ നോക്ക്. ഫോൺ വെച്ചുകൊണ്ട് നേരെ നോട്ടം ചെന്ന് വാതിലിന് മുകളിലെ ചുമരിലെ ചെറിയ ഹാളിലേക്കാണ്. പൂട്ടിയിട്ടില്ല, ചാവി അവിടെ തന്നെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ തേജ ഒരു സ്റ്റൂൾ വെച്ച് കയറിയത് തുറന്നു നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. അതിനകത്ത് മുകളിൽ തന്നെ കത്തിരിക്കുന്നു. ഒന്നും നോക്കാതെ തുറന്നൊരു ഫോട്ടോയും എടുത്ത് ആൽഫിക്ക് അയച്ചു. അതെന്താണെന്ന് വായിച്ചു നോക്കാനെന്ന് അവൾ മുതിർന്നില്ല. പുറത്തുനിന്ന് തേജ് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു. ചാടി ഇറങ്ങി മുറിക്ക് പുറത്തേക്ക് കിടന്നു. എന്തായി, കിട്ടിയോ? കിട്ടി. മുത്തശ്ശി എവിടെയാ? എല്ലാവരും അകത്ത ഹാളാ. എവിടെ സാധനം കാണിക്കേ, ഞാൻ ഫോണിലേക്ക് അയക്കാം. ഇവിടെ എന്നാ ഇനി പ്രശ്നം? തേജ് അതും പറഞ്ഞ ഹാളിലേക്ക് നടന്നു. തേജ് അവൾക്കൊപ്പം വെച്ച് പിടിച്ചു. ഫോണിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും ആൽഫി പെട്ടെന്ന് തന്നെ ഫോൺ തുറന്നു. തേജയാണെന്ന് കണ്ടതും പെട്ടെന്ന് തന്നെ നോക്കി. അവൻ പ്രതീക്ഷ തന്നെയായിരുന്നു ആ കത്തി. അവൻ പെട്ടെന്ന് തന്നെ പവി വിളിച്ച് വീട്ടിലേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടു. അവന് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും തേജ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കോളേജിലെ ന്യൂ അഡ്മിഷൻ തിരക്കെല്ലാം തകൃതിയായി നടക്കുന്നുകൊണ്ട് അവൻ കുറച്ചു ദിവസം അല്പം തിരക്കിലായിരുന്നു. അതിന്റെ പരിഭവത്തിലാണ് അനു. ഞാനിവിടെ ഇരിപ്പുണ്ട്. അവനെ നോക്കുപോലും ചെയ്യാതെ അപ്പുറത്തെ സെറ്റിൽ പോയിരുന്ന അവൾ നോക്കി അവൻ പറഞ്ഞു. അതിന് ഞാനെന്ത് വേണം? അവൾ പുച്ഛത്തോടെ തിരികെ ചോദിച്ചു. രാധമേ, അടങ്ങാൻ പറഞ്ഞോട്ടെ ഈ പെണ്ണിനോട്. അമ്മ, അങ്ങനോട് ഒരു പൊടിക്ക് അടങ്ങാൻ പറയൂട്ടോ. രാധ രണ്ടുപേരെയും വെറുതെ നോക്കിയതേ ഉള്ളൂ. വീട്ടിൽ വരുന്നവരോടൊക്കെ ഇങ്ങനെയാണ് അമ്മ പെരുമാറ്. ഈ കുട്ടി എന്താ ഇങ്ങനെ? തേജ് അവളെ ചൊടിപ്പിക്കാനെന്നോണം പറഞ്ഞു നോക്കി. പെണ്ണവിടെ കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ട്. രാക്ഷസി. തേജ് പതിയെ പറഞ്ഞാണെങ്കിലും അവനത് നല്ല വെടിപ്പായി കേട്ടു. അവൾ എഴുന്നേറ്റെന്ന് അവന്റെ അടുത്തിരുന്നു. എന്നിട്ട് ദഹിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ നോക്കി. രാധ അവിടെ അടി കാണാനാവാതെ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നു. എന്താടി? കുന്തം. അതെവിടെ കിട്ടും? അത് നിങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടില്. അതുവരെ പോകണ്ടേ? അവൻ ചിരിയോടെ ചോദിച്ചു. പെണ്ണവന്റെ കവിളിൽ ആഞ്ഞു കടിച്ചു. നീ രാക്ഷസി തന്നെയാടി. കവിളൊന്നൊഴിഞ്ഞുകൊണ്ട് മുഖം ചുളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നന്നായി പോയി. ഇത്തവണ ചിരിച്ചുകൊണ്ടാണ് പെണ്ണത് പറഞ്ഞത്. തേജ അവൾ ഒറ്റ വലിക്ക് തന്നിലേക്ക് ചേർത്തു. അല്ല, സൂര്യന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ട് പോയിട്ട് ഇന്നലെ ഒന്ന് വരുന്നു. അതെ, പിണക്കം തന്നെയായിരുന്നു.
കുശുമ്പൻ. അത് നിന്റെ അപ്പൻ. അങ്ങനെ എന്ത് വേണേലും പറഞ്ഞു. ആണോ? അവൻ ആ ചുണ്ടുകളെ വെറുതെ തലോടിക്കൊണ്ട് ചോദിച്ചും പെണ്ണെന്ന് വിറച്ചുപോയി. അതുകൊണ്ട് തേജ് ചോദിച്ചും പെണ്ണ് പെട്ടെന്ന് തന്നെ കുതിരമാരെ അവിടെ നിന്ന് എഴുന്നേറ്റു. തേജ് അവിടെ വെപ്രാളം കണ്ട് പൊട്ടിച്ചിരിച്ചു. പെണ്ണപ്പുറത്ത് കലിയോടെ നിന്നു. ആൽഫി വിമലിനെ വിളിച്ച് പെട്ടെന്ന് എത്താൻ പറഞ്ഞ പ്രകാരം അവൻ എത്തിയിട്ടുണ്ട്. എന്താടാ? വിമൽ ആദ്യയോടെ ചോദിച്ചു. ഏയ്, നമ്മളിനി അവനിലേക്ക് എത്താനുള്ള ദൂരം കുറച്ചേ ഉള്ളൂ വിമലെ. രേവതി കേസിന്റെ എന്തെങ്കിലും? എല്ലാ കേസിനുള്ള തെളിവ് അവന്റെ കൈ കാണും. നീ പറഞ്ഞു വരുന്ന എന്താ? രേവതി അരുണ ആ ഹോസ്പിറ്റലിലെ ചില കള്ളക്കളികളെല്ലാം തുറന്നു പറയുന്നതായിരുന്നു. അതിന്റെ ചില എവിഡൻസുകൾ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് നടക്കുമെന്നാ നീ പറഞ്ഞു വരുന്നത്? മയനങ്ങൾ പറഞ്ഞ പ്രകാരം ആ ഹോസ്പിറ്റലിൽ എത്തുന്ന 50% കുട്ടികളും ഒരു കാരണമില്ലാതെ മരിച്ചിരുന്നു. ചെറിയൊരു പനിയോ മറ്റോ ആയി വരുന്ന കുട്ടികളുടെ അവസ്ഥയാണിത്. അപ്പൊ ബന്ധുക്കൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? പനി കൂടിയെന്ന് പറഞ്ഞിട്ടോ മറ്റോ ആവാം ആ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. കള്ള റിപ്പോർട്ടുകൾക്ക് ഇന്ന് വലിയ താമസമൊന്നും വേണ്ടല്ലോ. ഓ, അപ്പൊ അത് പുറത്തു പറയുന്നത് പേടിച്ചിട്ടാണോ അവർ ഇല്ലാതാക്കിയതല്ലേ? എന്തായാലും ഇത്രയും കളി കളിക്കളത്തിൽ നിന്ന് കളിച്ചവൻ നമുക്ക് പുറകെ തന്നെയുണ്ട്. ഇനി അവനെ തേടി നമ്മൾ അലയേണ്ടി വരില്ല. അവൻ നമ്മളെ തേടിയെത്തും വിമലെ. അതെങ്ങനെ? നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ തുരുത്തുകളും ആ ഒരാളിൽ മാത്രം ഒതുങ്ങിയതാണ്. എന്നാലിപ്പോ അതാരായിരിക്കും? അതല്ലേ ഞാൻ പറഞ്ഞ്, അയാൾ നമ്മളുടെ പിറകെയാണ്. ഇനിയിപ്പോ എന്തു ചെയ്യും? എല്ലായിടത്തും നമ്മുടെ കണ്ണുകൾ വേണം. മയനെങ്കിൽ, മുത്തശ്ശൻ, അങ്ങനെ എല്ലാവരിലും. തീർച്ചയായിട്ടും. ഇനി നീ അപ്പനും അമ്മയും ഇവിടെ എത്തിയ കഥകൾക്ക്. ആൽഫി പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് ബിയർ അവന് നേരെ നീട്ടി. ആൽഫി ജനിച്ച 1 വർഷം കഴിയുന്നതിന് മുന്നേ എബ്രഹാം അറ്റാക്ക് വന്ന് മരിച്ചു. അതിനിടയിൽ ഇന്ത്യവരത്ത് ദേവന്റെ കല്യാണവും ദേശമംഗലത്ത് ആദിയുടെ കല്യാണവും നടന്നു. അന്നമ്മച്ചി പിന്നെ ഒരേ വാശിയിലായി. ജോണിനെയും ദേവിയെയും കുഞ്ഞിനെയും തനിക്കരികിൽ താമസിപ്പിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ ദേവനും ജോണും നിവൃത്തിയില്ലാതെ കൊല്ലത്തേക്ക് താമസം മാറി. വൈകാതെ ഫിലിപ്പിന്റെ കല്യാണവും ശരിയായി. എബ്രഹാം അതെല്ലാം ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും തന്റെ മക്കളുടെ ഒന്നും കല്യാണം കൂടാൻ എബ്രഹാമിന് ഭാഗ്യമുണ്ടായില്ല. അപ്പന് ആരുടെയും കല്യാണം കൂടാൻ ഭാഗ്യമില്ലാണ്ട് പോയി ജോണേ. അന്നമ്മച്ചി പരിഭവം പറഞ്ഞു. അമ്മച്ചി കഴിഞ്ഞു. അപ്പനിനി തിരിച്ചു വരാനൊന്നും പോകത്തില്ല. അമ്മച്ചി ഇങ്ങനെ കരഞ്ഞിരുന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ആ ധൈര്യം കിട്ടുക. എന്നാലും ഫിലിപ്പിന് പെണ്ണ് നോക്കണമെന്ന് പറഞ്ഞേച്ച അവസാന യാത്ര നടത്തിയത്. അത് കഴിഞ്ഞെങ്കിൽ എത്തിയത് കൂടിയില്ല നിന്റെ അപ്പൻ. ജോണിന് വല്ലാണ്ടായി. താനും അപ്പനൊരു തീരാവേദന തന്നെയാണ് നൽകിയെന്നോർക്കെ അവന് കുറ്റബോധം തോന്നി. അമ്മച്ചി, ഞാനും ദേവി ആലപ്പുഴയിലേക്ക് താമസം മാറാൻ പോവാ. ഇവിടെ അപ്പന് ഇഷ്ടമല്ലാണ്ട്. ജോൺ നിരാശയോടെ പറഞ്ഞു. പോലെ കുഞ്ഞെ, അമ്മച്ചിക്ക് ഒറ്റക്കൊന്നും ആവില്ല. അപ്പൻ്റെ ഈ സ്വത്തൊക്കെ നോക്കിയെടുത്ത ഒരാൾ വേണ്ടേ? ഫിലിപ്പിനെ ഏൽപ്പിക്കാം അമ്മച്ചി. എനിക്ക് തന്നെ 100,000 കാര്യങ്ങളുള്ള. അതിനിടയിൽ ഇതും കൂടി എങ്ങനെയാ? ആ കൊച്ചിനെ കണ്ട് കൊതി തീർന്നില്ലടാ. അമ്മച്ചി, ഞങ്ങൾ ഇടയ്ക്ക് വരാന്നേ. ജോൺ അവരെ സമാധാനിപ്പിച്ചു. മനസ്സിലാ മനസ്സോടെ അന്നമ്മ അവരെ പറഞ്ഞയച്ചു. പിന്നീട് ജോണിന്റെ നേട്ടങ്ങളെല്ലാം ആലപ്പുഴയിൽ വന്നിട്ടായിരുന്നു. ഇന്ത്യവരംകാരുടെ മുമ്പിൽ ദേവിയെയും കൊണ്ട് നല്ല അന്തസ്സായി തന്നെ ജോൺ ജീവിതം തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ആൽഫിക്ക് 18 വയസ്സായിരുന്ന സമയത്താണ് ദേവി 2ാമതൊരു വട്ടം ഇന്ത്യവരത്തിലേക്ക് കയറി ചെന്നത്. ജോണിന്റെ നിർബന്ധപ്രകാരമായതുകൊണ്ട് ഗേറ്റ് കടന്നുള്ള ഓരോ നടത്തത്തിലും അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വിറക്കുന്ന കാലടികളോട് അകത്തേക്ക് കയറി വരുന്ന ദേവിയെ കണ്ട് ദേവകിയൊന്ന് പകച്ചു. അകത്തളത്തിരിക്കുന്ന വിശ്വയിലേക്ക് അവരെ നോട്ടം ചെന്നു. പവിയുടെ കല്യാണ ഒരുക്കങ്ങളിലാണ് തറവാട്. ഇച്ചേച്ചി, ദേവിയെ കണ്ട് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പവി അങ്ങോട്ടേക്ക് ഓടി. പവി, അവിടെ നിൽക്ക്. വാതിൽ പടിവരെത്തിയപ്പോഴേക്കും വിശ്വയുടെ ശബ്ദമുയർന്നു. പുറത്തുനിന്ന ദേവിയുടെ ഉള്ളിലാകെ പ്രകമ്പനം കൊണ്ടു. ചാരുകാസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് അയാൾ ദേവിക്ക് നേരെ നടന്നെടുത്തു. എന്ത് നോക്കിയിരിക്കുക എല്ലാവരും, അതേക്ക് പോയെ. അവളെ കണ്ട സന്തോഷത്തിൽ ഓടി വന്ന എല്ലാവരെയും അവിടുന്ന് വിശ്വ പറഞ്ഞയച്ചു. ദേവകി ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ പകച്ചു നിന്നു. വിശ്വ, അവരാദ്യയോടെ വിളിച്ചുപോയി. അതൊന്നും കേൾക്കാതെ വിശ്വ ദേവിക്കടുത്തേക്ക് തന്നെ നടന്നു. അവളോട് എന്തെങ്കിലും മിണ്ടുമെന്ന് വിചാരിച്ചിരുന്ന ദേവിക്ക് മുമ്പിൽ തറവാടിന്റെ വലിയ വാതിലുകൾ വിശ്വ കൊട്ടിയടച്ചു. തനിക്ക് മുന്നിൽ അടഞ്ഞ വാതിലിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ദേവി തേങ്ങിക്കരഞ്ഞു. ദേവിക്ക് ഒരു കരച്ചിലോടെ നിലത്തേക്ക് ഊർന്നിരുന്നു. നീ ഇങ്ങനെ കരയിലെ പെണ്ണേ, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. ദേവി ആവുന്നു പറഞ്ഞു നോക്കി ജോൺ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ ഈശോ കരയാണ്ടിരിക്കാൻ ഞാൻ? അച്ഛനെന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. കണ്ടില്ലേ കൊട്ടിയടച്ച്. നോക്ക് പെണ്ണേ, നീ ആ വാതിൽ വീണ്ടും വീണ്ടും കൊട്ടിക്കൊണ്ടിരിക്കണം. നിന്റെ വീട്ടുകാരാ. എത്രയാന്ന് വെച്ചാ ഒരച്ഛൻ മകളെ ആട്ടി ഓടിക്കുക. ഇതൊന്നും കേട്ടിട്ടും പെണ്ണ് കരച്ചിൽ നിർത്തിയില്ല. ജോൺ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് പുറത്തേക്ക് നടന്നു. പിറ്റേ ദിവസം ഗേറ്റിന് പുറത്ത് ദേവി കാത്തു നിന്നു. വിശ്വ വണ്ടിയിൽ കയറി ഗേറ്റ് കടന്നു പോകുന്നതിനിടയിൽ ആൽഫിക്കൊപ്പം നിൽക്കുന്ന ദേവിയെ കണ്ടെങ്കിലും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കടന്നുപോയി. കരഞ്ഞുകൊണ്ട് ആ ദിവസവും അവൾ ഉറങ്ങാതെ കിടന്നു. പിന്നെ അങ്ങോട്ട് ഇതൊരു പതിവായി. 2 ആഴ്ച കഴിഞ്ഞ് തറവാടിന്റെ ഉമ്മറപ്പടിയിൽ അവൾ ചെന്നിരുന്നു. ആൽഫിയും ജോൺ അവൾക്ക് കാവലായി പുറത്തു നിന്നു. വിശ്വ ഉമ്മറത്തേക്ക് വരുമ്പോൾ കാണുന്ന അവളെയാണ്. എന്നത്തെയും പോലെ എന്തോ വിശ്വക്ക് തിരിഞ്ഞടക്കാനായില്ല. അയാൾ പതിയെ വന്ന് ചാരുകസേരയിലേക്ക് ഇരുന്നു. അച്ഛാ, ദേവി കരച്ചിലോടെ വിളിച്ചു. ആ അച്ഛന്റെ മനസ്സിൽ നോവ് തിങ്ങി. തന്റെ പുറകെ നിന്ന് വേറിടാതിരുന്ന കൗമാര്യക്കാരിയെ വിശ്വ ഓർത്തു. അയാളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. കൈ നീട്ടി അയാൾ ക്ഷണിച്ചതും ദേവി ഓടിയാളുടെ കാൽ കീഴിൽ വീണ് കരഞ്ഞു. എഴുന്നേൽക്ക് കുഞ്ഞേ, അയാൾ അവളെ നോക്കി പറഞ്ഞു.
തന്റെ മകളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വിശ്വ ഏറെ നേരം നിന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് തറവാട്ടിലുള്ളവർ പുറത്തേക്ക് വരുന്നത്. എല്ലാവരും കണ്ണു നിറച്ചുകൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു. മതിലിനപ്പുറത്ത് നീന്തി വലിഞ്ഞു നോക്കുന്ന ആൽഫിയും ജോണും പരസ്പരം തംസപ്പിടിച്ചുകൊണ്ട് ചിരിച്ചു. നിന്റെ മമ്മിയെ നോക്കി, പാൽ നിലാവ് പോലെയല്ലേ മുഖം തിളങ്ങുന്നേ. ആ, അതുകൊണ്ടൊന്നും അങ്ങോട്ട് കയറി ചെല്ലാൻ നിൽക്കല്ലേ പപ്പ. അറിയാലോ, നമ്മൾ രണ്ടുപേരും അങ്ങനെ ഗേറ്റ് അടഞ്ഞതില്ല. അറിയാടോ, എനിക്ക് നിന്റെ മമ്മയുടെ കരച്ചിലാണ് മേല. അതെന്തായാലും നിന്നിട്ടിയല്ലോ. ജോൺ കാറിലേക്ക് ഇരുന്നുകൊണ്ട് ആൽഫിയോടായി പറഞ്ഞു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മമ്മ വേറെ ആരെങ്കിലും കെട്ടി പോയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ പോരായിരുന്നോ? അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനൊക്കെ കൂടാ. നിന്റെ മമ്മ അത്രയും സുന്ദരിയായിരുന്നില്ലേ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. നിങ്ങളിവിടെ അയവിറക്കിക്കൊണ്ടിരിക്കുക. ഞാനുള്ള ചായ കുടിച്ചേച്ചും വരാം. നിൽക്കണോ, ഞാൻ വരുന്നു. ഇവിടെ ഇരുന്നിട്ട് നിന്റെ മുത്തശ്ശന് തുള്ളി വെള്ളം തരാൻ പോകുന്നില്ല. ജോൺ അതും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി. അറിയാലേ, എനിക്ക് പോന്നോളൂ. ആൽഫി അതും പറഞ്ഞ് സ്റ്റൈലിൽ മുന്നോട്ട് നടന്നു. ജോൺ അവനൊപ്പം ചിരിയോടെ ചെന്നു. തറവാടിന്റെ മുറ്റത്തുകൂടി ഓടി നടക്കുന്ന ഒരു 15-കാരിയിൽ ആൽഫിയുടെ നോട്ടം പതിവായി. ദേവി അകത്തു പോകുന്ന സമയത്ത് ജോൺ കൂടിയില്ലെങ്കിൽ മതിൽ കയറിയിരിക്കുന്ന ആൽഫിക്ക് ഒരു പതിവാണ്. അകത്തേക്ക് മുത്തശ്ശൻ അവനെ മാത്രം ക്ഷണിച്ചതാണെങ്കിലും അപ്പൻ കയറാത്ത വീട്ടിലേക്ക് അവനും കയറില്ലെന്ന വാശിയിലാണ്. അപ്പനോടുള്ള ദേഷ്യം എന്നു മാറുന്നുവോ അന്നേ ആൽഫി ആ പടികൾ ചവിട്ടുകയുള്ളൂ. നീ വേണ്ടേ? മതിൽ ഇരുന്നുകൊണ്ട് ആൽഫി മുറ്റത്ത് മാവിച്ചൂട്ടിലിരിക്കുന്ന പെണ്ണിനെ വിളിച്ചു. എന്ത് വേണം? ആ മാങ്ങ ഇങ്ങോട്ട് എറിയേ. ഇല്ല. മര്യാദക്ക് താടി, അല്ലേലുണ്ടല്ലോ. അവൻ ഒച്ച വെച്ച് പറഞ്ഞു. തേജ പേടിയോടെ അവനൊന്ന് എറിഞ്ഞു കൊടുത്തു. അവനത് ക്യാച്ച് ചെയ്തു. അങ്ങനെ വഴിക്ക് വാടി. അവൻ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. തേജ കരഞ്ഞുകൊണ്ട് അപ്പവും തേജുമൊക്കെ ഇരിക്കുന്ന അവിടേക്ക് ചെന്നു. കൊരങ്ങൻ, അവൾ മനസ്സിൽ പറഞ്ഞു. ഏട്ടാ, ദേ ആ മതിലിരിക്കുന്ന ചെക്കൻ്റെ വഴക്ക് പറഞ്ഞു. എന്ത് കുഞ്ഞിനാരോ വഴക്ക് പറഞ്ഞു? വാ ചോദിക്കട്ടെ ഞാൻ. തേജ അത് അപ്പച്ചിയുടെ മോനാ. സ്കൂളിലൊക്കെ വലിയ അടിക്കാരനാ. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ? പവി തടഞ്ഞു. തേജ് പിന്നെ തേജ സമാധാനിപ്പിച്ചു. മോള് കയറേണ്ട, നമുക്ക് അപ്പച്ചിയോട് പറഞ്ഞു കൊടുക്കാം, ഓക്കെ? തേജ നേരെ ഓടിപ്പോയത് ദേവിക്കടുത്തേക്കാണ്. അപ്പച്ചി, അവൾ അടുക്കളയെത്തി ഉച്ചത്തിൽ വിളിച്ചു. വിളി കേട്ട് എല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. എന്താ തേജ ഇത്? ലക്ഷ്മി അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ അപ്പച്ചിയുടെ മോനെന്നെ വഴക്ക് പറഞ്ഞു, ആ കൊരങ്ങൻ. തേജ, ലക്ഷ്മി വീണ്ടും അവൾ വിളിച്ചു. എന്താ മോളെ? അവൻ അപ്പച്ചി വഴക്ക് പറഞ്ഞോളാ കേട്ടോ. കുരുത്തം കെട്ടതാ വിളിച്ചു. അത് സ്കൂളിലൊക്കെ എന്നും അടിയും പിടിയാ. അവനിനി കൊണ്ടുവരേണ്ട അപ്പച്ചി, എനിക്ക് പേടിയാ. ഇനി പറയുമ്പോൾ മോളും തിരിച്ചു പറഞ്ഞു കേട്ടോ. ദേവി അവളെ ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഞാൻ ഇറങ്ങട്ടെ, ആ ചെക്കന് ദേഷ്യം വന്ന് കാണും. ദേവി പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഉമ്മറത്തേക്ക് എല്ലാവരും ദേവിക്കൊപ്പം ചെന്നു. ഒരു ദിവസം തേജ ആൽഫിയുമായി കൂട്ടുകൂടാൻ നോക്കിയെങ്കിലും പിന്നെ അവിടെ രണ്ടുപേരും അടിയായി. അതിനിടയിൽ കയറി തേജ ആൽഫിക്ക് ഒരു കടി കൊടുത്തു. എന്റെ ഏട്ടനെ ഞാൻ തൊട്ടാലുണ്ടല്ലോ, അവൾ വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു. ആൽഫിക്ക് നന്നായി ദേഷ്യം വന്നു. അവനവളെ ഉന്തിത്തള്ളിയിട്ടു. അങ്ങനെ അതിസാഹസികമായ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് തേജ ആൽഫിയെ തേടി അവൻ പഠിക്കുന്ന കോളേജിലെത്തിയത്. 1-2 വഴക്കിന് ശേഷം രണ്ടുപേരും നല്ല കൂട്ടായി. പിന്നെ വിമലും കൂടെ ആ കോളം തീർക്കാൻ അവരോടൊപ്പം കൂടി. നാട്ടിലെ പഠനമൊക്കെ കഴിഞ്ഞ് ആൽഫി അമേരിക്കയിലേക്ക് പോയി ജേർണലിസം പഠിക്കാൻ. അവിടെ നിന്ന് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ നാട്ടിലേക്ക് തിരിക്കാറുള്ളൂ. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. വർക്ക് കഴിഞ്ഞ് റൂമിലേക്ക് മടങ്ങുമ്പോഴാണ് ഫോണിലേക്ക് അമ്മച്ചിയുടെ കോള് വരുന്നത്. ഹലോ, പറമ്മച്ചി, എന്തുണ്ട് വിശേഷം? ആൽഫി മോനെ. ആൽഫി ചിരിയോടെയാണ് സംസാരിച്ചു തുടങ്ങിയെങ്കിലും അമ്മച്ചി കരയുകയായിരുന്നു. എന്താ അമ്മച്ചി, എന്തെങ്കിലും വയ്യായികയുണ്ടോ? അമ്മയും പപ്പയും നമ്മ ഇട്ടേച്ച് പോയി മോനെ. ഒരു പൊട്ടിക്കരച്ചിലോട് അന്നമിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുമ്പോൾ ലോകം മുഴുവൻ നിശ്ചലമായതുപോലെയാണ് ആൽഫിക്ക് തോന്നിയത്. അവൻ ആർത്തി വിളിച്ചുകൊണ്ട് ലിഫ്റ്റിലിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ലിഫ്റ്റ് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു ആൽഫി. മുറിയിൽ കയറി രാത്രിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരു നോക്ക് കാണാൻ വേണ്ടി എങ്ങനെ എന്ത് ചെയ്യുന്നൊന്നും ആൽഫി അന്വേഷിച്ചില്ല. താൻ ഒറ്റക്കാണിയെന്ന ചിന്ത മാത്രമേ അവൻ അലട്ടിയുള്ളൂ. കരഞ്ഞു തളർന്നിരുന്ന് ഏറെ നേരം. പോവാനായപ്പോൾ എയർപോർട്ടിലേക്ക് കൂട്ടാൻ കൂട്ടുകാരെത്തി. ആൽഫി, സമയമായിട്ടോ, തവാ. ആൽഫി ഒന്ന് മോള് മാത്രം ചെയ്തുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ കൂടെ വരണോടാ? വേണ്ട. ആൽഫി എയർപോർട്ടിലാക്കിയാണ് കൂട്ടുകാരൻ മടങ്ങിയത്. നാട്ടിലേക്കുള്ള അവന്റെ മടക്കം തീരാ നോവോടെയായിരുന്നു. അവസാനമായി അവരൊരു നോക്ക് കാണാൻ, ചുംബനം നൽകാൻ അവൻ യാത്രയായി. വെള്ള പുതച്ച് കിടക്കുന്ന 2 ശരീരങ്ങൾ. ആൽഫിക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള ഒരു കാഴ്ച. നിർവികാരതയോട് ഉറ്റുനോയിക്കൊണ്ടിരുന്ന അവൻ. കണ്ണീരൊക്കെ വറ്റിപ്പോയതുപോലെ കണ്ണുകൾ കല്ലിച്ചിരുന്നു. എടുക്കാം, മുത്തശ്ശൻ പറയുന്നു കേട്ടു. ആദ്യമായി തന്റെ വീട്ടിലേക്ക് കയറി മുത്തശ്ശനെ ആൽഫി കണ്ടു. പിന്നെയാണ് ആ തറവാട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലായത്. അന്നമ്മച്ചി ആൽഫിക്കടുത്ത് ചാഞ്ഞിരുന്നു. സെമിത്തേരിയിലാണ് അടക്കം ചെയ്തത്. മുത്തശ്ശൻ അതിന് മറുത്തൊന്നും പറഞ്ഞില്ല. അവരൊരുമിച്ച് കിടക്കട്ടെ എന്ന് അയാളും വിചാരിച്ചു കാണണം. ആൽഫിയെ നിർവികാരതയോടെ നോയിക്കൊണ്ട് അയാൾ പള്ളിയുടെ പടിയിറങ്ങി. ഹൃദയത്തിന്റെ ഏതോ കോണിൽ ജോണിനും ദേവിക്കും വേണ്ടി ഒരുക്കി വെച്ച സ്നേഹത്തിൽ വേദന നിറഞ്ഞു. 5-6 ദിവസം കഴിഞ്ഞുപോയി. ആൽഫി വീടിനകത്ത് ചടഞ്ഞുകൂടി. കൂട്ടിനായി അമ്മച്ചി ഉണ്ടായിരുന്നു. സുജേച്ചി വെച്ച് വിളമ്പിക്കൊണ്ടുവരുന്ന രണ്ടുപേരും നോക്കിയിരുന്നല്ലാതെ കഴിക്കാൻ കൂട്ടാക്കിയില്ല. സുജേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്നേഹം നിറഞ്ഞൊരു വീട്ടിലെ മൂഖമായൊരവസ്ഥ അവരെയും തളർത്തിക്കളഞ്ഞു.
ആൽഫിയെ, അമ്മച്ചി അവൻ്റെ അടുത്തിരുന്നുകൊണ്ട് വിളിച്ചു. അവൻ കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി. എൻ്റെ കുഞ്ഞ് മടങ്ങി ചെല്ല്, പഠിത്തൊന്നും മുടക്കണ്ട. ഞാനും ഫിലിപ്പും കൂടെ അപ്പൻ്റെ കമ്പനി നോക്കിക്കോളാം. നീ മടങ്ങി വരുന്ന ദിവസം നിന്നെ ഏൽപ്പിക്കാം. ഞാൻ നാളെ തന്നെ തിരിച്ചു പോവാം അമ്മച്ചി. ആൽഫി അതും പറഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. തേജ ആൽഫിയെ കാത്ത് പുറത്തു തന്നെ ഇരുന്നു. പ്രണയത്തിന്റെ നേർത്ത കാറ്റ് അവളെ തഴുകി തലോടി. ആൽഫിയുടെ ജിപ്സി മുറ്റത്ത് വന്ന് നിൽക്കുന്നതും രഘുവേട്ടൻ ഗസ്റ്റ് ഹൗസിലേക്ക് നടക്കുന്ന തേജ കണ്ടു. കയറി വരുന്നവനെ കണ്ണിമഞ്ചി മാതപ്പെണ്ണ് നോക്കി നിന്നു. ആൽഫി അവൾ നോക്കുന്നുണ്ട് പുരികം പൊക്കി കാണിച്ചുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു. തേജ ചിരിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചു. എന്താ എൻ്റെ കൊച്ചിന് ഉറക്കൊന്നുമില്ലേ? അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവളൊരു കൈ കൊണ്ട് അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു. എന്താ ചായ, പേടിയുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടവരൊക്കെ എന്നിൽ നിന്ന് അകന്നിട്ടേ ഉള്ളൂ. ഇനി ആരും നഷ്ടപ്പെട്ടു പോരുന്നൊരു വാശിയുണ്ട്. അവൻ പതിയെ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു. നീ എന്നെ വിട്ടു പോവോ പെണ്ണേ? ആൽഫി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വല്ലാത്തൊരു നിർവികാരത അവനെ വരിഞ്ഞു മുറുക്കി. ഇശായ, പോകുന്നെങ്കിൽ അത് പപ്പയും അമ്മയും പോയ പോലെ ഒരുമിച്ചായിരിക്കും. അവർക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോയൊരു പ്രണയത്തിന്റെ ബാക്കിപത്രം പോലെ ദൈവം നിയോഗിച്ചതായിരിക്കാം നമ്മളെ. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.